അങ്ങനെ കുറേ നാൾക്ക് ശേഷം എല്ലാവരും ഇല്ല, ഒരാൾ കുറവുണ്ട്, ഞങ്ങൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ വന്ന ടൈമിലാട്ടോ ഒന്ന് എല്ലാവരും കൂടി പുറത്ത് പോയത്. അത് കഴിഞ്ഞാൽ ഇപ്പോഴാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്നെ ആദ്യമേ ബോഡി ഷേമിങ് ചെയ്ത് മാറ്റി നിർത്തിയേക്കുവാ. ബോഡി ഷേമിങ് ചെയ്ത് മാറ്റി നിർത്തി. ഞങ്ങളുടെ അങ്കളുടെ അടുത്ത് 2 ഓട്ടോ വിളിച്ചു തരാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്ക് 2 ഓട്ടോയുടെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ രണ്ടിനെ കണക്കി കൂട്ടണ്ട, മടിയിലിരുത്തി കൊണ്ടുപോയാൽ മതി, ഞങ്ങളുടെ സൈസ് കണ്ടിട്ടാട്ടോ. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഓട്ടോയിൽ തന്നെ പറഞ്ഞു വിട്ടു. അതുകൊണ്ട് 50 രൂപ ലാഭിക്കാൻ പറ്റി ഞങ്ങളുടെ ഒരൊറ്റ മോട്ടിവേഷൻ കാരണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തങ്ങളത്തുള്ള ചിക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് 3 പേര് നേരത്തെ പോയി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അടിപൊളി ഫുഡാണെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കൊണ്ടുപോയതാണ് ഞങ്ങൾ. എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി ഓരോ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും കഴിച്ചു. കുറേ ദിവസം ഹോസ്റ്റലിലെ ഫുഡ് കഴിച്ച് നാക്കൊക്കെ മരവിച്ച് കിടക്കുമായിരുന്നു. അതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. ആ ബിരിയാണി കഴിച്ചപ്പോഴത്തേക്കും കൊള്ളായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ നിൽക്കും ഓട്ടോയും വിളിച്ച് വരാമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് 2 എണ്ണം പോയിട്ടുണ്ടായിരുന്നു. കുറേ നേരമായിട്ട് കാണുന്നുണ്ടായില്ല. പിന്നെ നോക്കിയപ്പോൾ ഓട്ടോയിൽ പറന്നു പോകുന്നതാണ് കണ്ടത്. വിളിച്ച് നിർത്തിയില്ലായിരുന്നെങ്കിൽ അതുങ്ങൾ വേറെ വഴിക്കും ഞങ്ങൾ വേറെ വഴിക്കും പോകേണ്ടി വന്നേനെ. അങ്ങനെ പിന്നെ ഓട്ടോയിൽ കയറി കോളേജിൻ്റെ അടുത്തുള്ള പെനിയിൽ ഞങ്ങൾ എല്ലാവരും കൂടി പോയി. കുറേ നാൾ ശേഷം ഇറങ്ങിയതുകൊണ്ട് നല്ല ലാവിഷായിട്ട് തന്നെ ചിലവഴിച്ചിട്ട് കയറാമെന്നായിരിക്കും. എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. ഈ എക്സാമിൻ്റെ ആഘാതമൊക്കെ നോക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇതുപോലെ ഒന്നും കൂടി ഇറങ്ങാൻ വേണ്ടി. കോളേജിലോട്ട് 5 മിനിറ്റ് ഉള്ളൂ പെനിന്ന്. ഓട്ടോയ്ക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് പിന്നെ നടത്തിക്കൊണ്ടാണുള്ള കൺവിൻസിങ് ആട്ടോ കാണുന്നത്. ഇവിടെ ചക്കയും മാങ്ങയും തേങ്ങയും കണ്ടല്ല ഞങ്ങളവിടെ കുറേ നേരം വായം പൊളിച്ച് നിൽക്കാറുണ്ട്. കിട്ടുകയൊന്നുമില്ല, വെറുതെ കുറേ നേരം ഇവിടെ നിന്നിട്ട് പിന്നെ തിരിച്ചു പോരും. അതിൽ കറണ്ട് വരുമൊക്കെ കിട്ടണമെങ്കിൽ. അപ്പോൾ ആ വിഷമം തീർക്കാൻ വേണ്ടി കോളേജിലുള്ള ഒരു മരത്തിൻ്റെ പുറത്ത് കയറാൻ എഴുതി. മരത്തിൽ ഞങ്ങൾ മിക്കപ്പോഴും വരാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തൊന്നും ഉണ്ടാവാറില്ല ഡെയിലി പറിക്കുന്നതുകൊണ്ട്. പിന്നെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നേരെ ഹോസ്റ്റലിൽ ചെന്നു. നാളെ പോകാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. എക്സാമിന് വേണ്ടിയിട്ട് പോകുന്ന പോക്കായതുകൊണ്ട് തന്നെ ബുക്കൊക്കെ ആയിട്ട് വേണം പോകാൻ വേണ്ടി. ഓരോ ബുക്കൊക്കെ എൻ്റെ ഡബിൾ സൈസാണ്. നെഞ്ചും നടുവൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പറയുന്നത്. പെട്ടിയിലൊക്കെ ആക്കിയിട്ട് ഹോസ്റ്റലിലൊക്കെ ആയിട്ട് പോലെ തന്നെയൊക്കെ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി ശേഷിട്ട് നാളെ കാണാം. അപ്പോൾ ചാച്ച.